അപ്പോൾ ഇന്നത്തെ പരിപാടി നോക്കിയാലോ. അപ്പോൾ ഇന്ന് നമുക്കൊരു ഫോർച്യൂണർ, ഇത് ഇന്നലെ വന്ന വണ്ടിയാണ്, പെരിന്തൽമണ്ണ ഭാഗത്ത് വന്ന വണ്ടിയാണ്. ഒരു വണ്ടി നമുക്ക് ഡീറ്റെയിലിങ്ങിനാണ് വന്നിട്ടുള്ളത്. കുറച്ച് ചില വർക്കും കാര്യങ്ങളും ഉണ്ട്, പക്ഷേ മെയിൻലി നമുക്ക് ഡീറ്റെയിൽ ആണ്. ഗ്രില്ലൊന്ന് മാറ്റാനുണ്ട്. അപ്പോൾ നിങ്ങളെ ഗ്രില്ല് കൺഫേം അല്ല, പറഞ്ഞിട്ടുണ്ട് ചിലപ്പോൾ ഗ്രില്ല് മാറ്റും എന്നുള്ളത്. അതേപോലെ തന്നെ നമുക്ക് ഒരു സ്വിഫ്റ്റ്, നമ്മളെ സ്വിഫ്റ്റ് ഇത് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന വണ്ടിയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വർക്ക് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇതൊന്ന് കൊടുക്കട്ടെ നമ്മൾ. അപ്പോൾ ഇതിൻ്റെ വർക്ക് ബാർ ഫ്ലാഷും കാര്യങ്ങളും സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഫ്രണ്ടിൽ. ഓക്കെ, അപ്പോൾ ഗ്രില്ലും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് മുമ്പിൽ. അപ്പോൾ ഇത് ഡീറ്റെയിലിംഗ് ഉണ്ട് വണ്ടി, പക്ഷേ അതിൻ്റെ ഇടയിൽ ഒന്നുകൊണ്ട് വർക്ക് ഉണ്ട്. ഇതിൻ്റെ റൂഫ് നമുക്ക് ബ്ലാക്ക് ഔട്ട് ചെയ്യാനുണ്ട്. അതുപോലെ സ്പോയിലർ ബ്ലാക്ക് പെയിൻറ്റാണ്, റൂഫ് നമ്മൾ സ്റ്റിക്കറാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് പരിപാടി എന്ന് പറയുന്നതാണ്. അതേപോലെ തന്നെ നമുക്ക് അടുത്ത ഇറങ്ങാനുള്ള ഇന്നോവൻ്റെ ഹെഡ് ലാമ്പ് ഫിറ്റാക്കാൻ ഗ്യാരേജിൽ പോകണം. പിന്നെ ഇപ്പോൾ ഇതാണ് വർക്കിനുള്ള വണ്ടികൾ. അപ്പോൾ ഇന്നോവ ഞാൻ കാണിച്ചു തന്നിരുന്നു നിങ്ങൾക്ക്, അത് ഫേസ് ലിഫ്റ്റാണ് കേട്ടോ. അപ്പോൾ ഗ്യാരേജിൽ പോകണം, എഴുതത്തിലടാം. ഇത് നമ്മൾ അടുത്ത വർക്കിനുള്ള ഹെഡ് ലാമ്പ് കുടിക്കിട്ട് കൊണ്ടുപോകട്ടെ, ഫിറ്റാക്കാനുണ്ട്. അടുക്കി വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ അതെ, നമ്മുടെ സ്വിഫ്റ്റിൻ്റെ ഫ്രണ്ട് ഗ്ലാസ് കൂളിങ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഫ്രണ്ടിൽ നമ്മൾ നാനോ സെറാമിക്കിൻ്റെയാണ് ചെയ്യുന്നത് ഇതിൻ്റെ. അപ്പോൾ ക്ലീനിങ്ങിലാണ് കേട്ടോ. അപ്പോൾ അതെ, ഇതാണ് നമ്മളെ റൈറ്റ് കേട്ടോ, നാനോ സെറാമിക്. ഇത് US-ൻ്റെ സാധനമാണ്. അത്യാവശ്യം നല്ല ബെനിഫിറ്റാണ്. കാരണം നമുക്ക് UV 100% നമുക്ക് UV ഉള്ളിൽ കയറില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ചൂടില്ലാതെ, അതായത് കൂളിംഗ് ഒട്ടിച്ച ഉപകാരം 100% കിട്ടണമെങ്കിൽ ഇങ്ങനത്തെ സാധനങ്ങൾ ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നോവ, അപ്പോൾ ഇതിൽ നമുക്ക് 360 ഇൻസ്റ്റാൾ ചെയ്യാണ്ട്. ഓൾറെഡി നമ്മൾ സീറ്റിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ റൂഫൊക്കെ അയച്ചിട്ടിരിക്കുകയാണ് നമ്മൾ. അപ്പോൾ ഇതിൽ 360 ഇൻസ്റ്റാൾ ചെയ്യണം. നമ്മൾ ഷാർപ്പിൻ്റെ സിസ്റ്റമാണ്. ഇതിൽ ഒരു ഓൾഡ് സോണിൻ്റെ സെറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് മാറ്റിയിട്ടുണ്ടെങ്കിൽ ഈ പാനൽ കംപ്ലീറ്റ് നമ്മൾ മാറും കേട്ടോ. അപ്പോൾ നമ്മളിതിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നത് ഷാർപ്പിൻ്റെ ഈ ഒരു സിസ്റ്റമാണ്. കാരണം 360 സപ്പോർട്ടോട് കൂടിയിട്ടുള്ള ഒരു സിസ്റ്റമാണ് നമ്മൾ ഇതിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളെ ഡിസ്പ്ലേ കേട്ടോ. ഇത് ഷാർപ്പിൻ്റെ പ്രോഡക്റ്റ് നമ്മൾ 2 വർഷമാണ് വാറൻറ്റി കൊടുക്കുന്നത്. കാരണം മറ്റു പ്രോഡക്റ്റുകളൊക്കെ നമുക്ക് 1 ഇയറാണ് കിട്ടുക. ഇത് 2 വർഷം റീപ്ലേസ്മെൻറ്റാണ് വാറൻറ്റി, സർവീസ് വാറൻറ്റി അല്ല. കാരണം നിങ്ങൾക്ക് എന്ത് കയറി നമ്മൾ പുതിയ സാധനം നിങ്ങൾക്ക് മാറ്റി തരും. അതേപോലെ ഇതാണ് നമ്മളെ 360 ക്യാം യൂണിറ്റ്. 4 ക്യാമാണ് വരിക, ഫ്രണ്ടും ബാക്കും. അതേപോലെ തന്നെ 2 മിററിലുണ്ട് ക്യാമാണ് വരിക കേട്ടോ. അത്യാവശ്യം ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റാണ്. കാരണം ഷാർപ്പ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ക്വാളിറ്റിയിൽ കോംപ്രമൈസോ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ഒരു കാര്യം. അതേപോലെ തന്നെ റൂഫിൻ്റെ വാറിങ്ങൊക്കെ കണ്ടോ, നമ്മൾ കംപ്ലീറ്റ് അയച്ചിട്ടിരിക്കുകയാണ്. റൂഫൊക്കെ നമുക്ക് ബ്ലാക്ക് ആക്കാൻ കേട്ടോ, ഫുള്ള് ഊരിട്ടിരിക്കുകയാണ്. ഇതിന് വേണ്ടി നമ്മൾ മുമ്പത്തെ വീട്ടിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു വർക്കിനൊന്നും വണ്ടി കേട്ടോ. അപ്പോൾ ഇതിൽ നമുക്ക് ഫ്രണ്ട് ലിപ്പ് ആഡ്, പട്ടമെന്ന് വണ്ടിയാണ്, ഫ്രണ്ട് ലിപ്പ് ആഡ് ചെയ്യാനുണ്ട്. അതേപോലെ തന്നെ സൈഡ് സ്കേർട്ട് മ്യൂഗണ്ട് ആഡ് ചെയ്യണം. അതേപോലെ തന്നെ റിയർ സ്കേർട്ടും ആഡ് ചെയ്യണം. പിന്നെ സ്പോയിലർ ആഡ് ചെയ്യണം. ഈ ഹോളൊക്കെ ഒന്ന് അടച്ചിട്ട് സ്പോയിലർ ആഡ് ചെയ്യണം. കാരണം ഇതിൽ ജാസിന് സ്പോയിലർ ഉണ്ടായിരുന്നു, അത് ഒഴിവാക്കിയാണ്. പിന്നെ നമുക്ക് ഇതിൻ്റെ ബോണറ്റ് ഉണ്ടോ, ബോണറ്റിലൊരു ചെറിയ ക്രാക്ക് വന്നുണ്ട്, അത് കാണുന്നുണ്ട്. ഈ ക്രാക്ക് നമുക്ക് ഒഴിവാക്കണം. വണ്ടി അത്യാവശ്യം ലുക്കാണ് കേട്ടോ, കാരണം നല്ല അടിപൊളി കളറാണ് വണ്ടി. അപ്പോൾ ഇന്ന് ഇതിൻ്റെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ് റനീസ്. ഓക്കെ, അപ്പോൾ ഇതാണ് റൂഫ് ഇട്ടാ. നമ്മളെ ഇന്നോവൻ്റെ റൂഫ് നമ്മൾ ചേഞ്ച് ചെയ്യണം. കാരണം ഇന്നോവൻ്റെ ബ്ലാക്ക് ചെയ്യണം, ഫുള്ള് കംപ്ലീറ്റ് ബ്ലാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്ത്, റൂഫ് കുറച്ച് കംപ്ലൈൻറ്റ് ആയിരുന്നു അതിൻ്റെ ഓൾഡ്. അപ്പോൾ നമ്മൾ പുതിയ റൂഫ് എടുത്തിട്ടുണ്ട്. കാരണം ഈ പുതിയ റൂഫിലാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അത് പാക്ക് കവർ കൊടുന്ന് വെച്ച പോലെയാണ്. അപ്പോൾ റൂഫ് കംപ്ലീറ്റ് നമ്മൾ എന്ത് ചെയ്യാണ്, ബ്ലാക്ക് ചെയ്യണം. ബ്ലാക്ക് പെയിൻ്റ് അല്ല കേട്ടോ, ബ്ലാക്ക് ക്ലോത്താണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ അടിയിൽ ഒരു വണ്ടിന് വീട് എടുക്കാൻ വന്നാൽ കേട്ടോ. ഈ ഒരു സോണറ്റ് നമ്മൾ കുറച്ച് മുമ്പ് ചെയ്ത വണ്ടിയായിരുന്നു, പക്ഷേ ഇതിൻ്റെ വീഡിയോ നമുക്ക് അന്ന് എടുക്കാൻ പറ്റിയില്ല, ആ ടൈമിന് പ്രശ്നം കൊണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ അതിൻ്റെ റീൽസും കാര്യം എടുക്കാൻ വേണ്ടി കൊടുന്ന കേട്ടോ. ഇതിൽ ഫുള്ള് നമ്മൾ ഡീക്രോം ചെയ്തൊരു വണ്ടിയാണ്. കാരണം ഈ ഒരു ക്രോം പാർട്സ് ഉണ്ട്, ഈ ക്രോം ഡീക്രോം. അതേപോലെ ഈ മാറ്റ് വരുന്ന ഈ അണ്ടർ പോർഷൻ കംപ്ലീറ്റ് ബ്ലാക്ക് ഉണ്ടോ, ഫുള്ള് വണ്ടി ഉണ്ടോ, വണ്ടി ബ്ലാക്ക് കണ്ടോ. ആ നമ്പർ ബോർഡ് ഹെഡ്ലൈറ്റ് അല്ലാത്ത ബാക്കി എല്ലാം ഇതിൽ ബ്ലാക്കാണ്. അതേപോലെ തന്നെ സൈഡ് കണ്ടോ, അതേപോലെ നമ്മൾ ക്രോസ് ബാറും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് കണ്ടോ, കംപ്ലീറ്റ് ബ്ലാക്ക് ഇതിൽ വണ്ടി കേട്ടോ. ഒരു റിയറിൽ നോക്കുമ്പോൾ സ്പോയിലറിൻ്റെ കുറവും കൂടി ഉണ്ട്, ബാക്കി ഓൾമോസ്റ്റ് എല്ലാം സെറ്റിലുള്ള വണ്ടി കേട്ടോ ഇത്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് നമ്മൾ ഇതിൻ്റെ വീട് എടുക്കാൻ വന്നതാണ്. റനീസാ ഇതിൻ്റെ വീഡിയോ ഫുള്ള് ഓക്കെ അല്ലേ? എന്നാൽ വിട്ടാലേ നമ്മളെ റോഡൊക്കെ കണ്ട, റോഡ് ഓപ്പൺ ആവാനായിട്ടാ, അടിപൊളി ആയിട്ടുണ്ട്. ഇനി നമ്മളെ വീഡിയോസൊക്കെ അതിമൊന്നും എടുക്കലൊക്കെ നിൽക്കും ഇനി. അപ്പോൾ നമ്മൾ ഈ ഇന്നോവൻ്റെ ഹെഡ് ലാമ്പിൻ്റെ ബൾബ് മാറ്റാനുണ്ട്. ഓൾറെഡി ഹെഡ് ലാമ്പ് കാര്യങ്ങളൊക്കെ കയറ്റി കേട്ടോ. ജസ്റ്റ് അതിൻ്റെ ബൾബ് മാറ്റണം, കാരണം LED ബൾബ് ആഡ് ചെയ്യണം. അതിന് വേണ്ടി ബമ്പറും കാര്യങ്ങളൊക്കെ അയച്ചിട്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ ഇൻറ്റീരിയർ ഉണ്ടോ, കംപ്ലീറ്റ് റൂഫും കാര്യങ്ങളൊക്കെ പെയിൻറ്റ് അടിച്ചിട്ടുണ്ട്. പിന്നെ പാർട്സ് ഞാൻ കാണിച്ചത് കേട്ടോ. ഓക്കെ, പുറത്ത് റൂമിൽ വെച്ചിട്ടുണ്ട് ഇതാട്ടോ. അതിൻ്റെ ഇൻറ്റീരിയറിൻ്റെ ഹാഫ് പോർഷൻ നമ്മൾ ബ്ലാക്ക് ആക്കുമെന്ന് പറഞ്ഞു, ഹാഫ് പോർഷൻ നമ്മൾ ബ്ലാക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ അൾട്ടീസിൻ്റെ ഇതാട്ടോ, ആ കവറാണ്. ഗ്യാരേജ് പോയിട്ട് വരുന്നുണ്ട്, വരാൻ പറയും.
അപ്പോൾ ജസ്റ്റ് നമ്മളൊന്ന് ഗ്യാരേജിൽ വന്നാട്ടോ. ഒരു ഇന്നോവ നമ്മളെ അടുത്ത വർക്കാണ്. അപ്പോൾ അതിൻ്റെ ഹെഡ് ലാമ്പ് മാറ്റണം. നമ്മളിതാ ഹെഡ് ലാമ്പ് മാറ്റുന്നുണ്ട് നിയാലും ബിലാലും കൂടെ. പഴയ ഹെഡ് ലാമ്പ് കണ്ടോ ഫുള്ള് പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആഫ്റ്റർ മാർക്കറ്റ് ഹെഡ് ലാമ്പാണ് വിത്ത് ബൾബ് അടക്കം നമ്മൾ മാറ്റുന്നത് കേട്ടോ. ബൾബ് നമ്മൾ LED ഹൈ ബീമിൽ നമ്മൾ ചെയ്യുന്നുണ്ട്, ലോ ബീം നമ്മൾ മാറുന്നില്ല. അപ്പോൾ ഇതാണ് നമ്മളെ അടുത്ത വണ്ടി കേട്ടോ, അൾട്ടീസ് ആണ്. ഇത് ഫുൾ പെയിൻറ്റിംഗ് ആണ്, കളർ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ വർക്ക് ഇതാ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ മറ്റുള്ള കാര്യങ്ങളൊക്കെ അതാ ഫ്രണ്ടറും കാര്യങ്ങളും ഫുള്ള് പാർട്ട് നമ്മൾ ബോണറ്റൊക്കെ ഊരിട്ടിട്ടുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ ഈ വാഗനർ കണ്ടോ, ഈ വാഗനറും നമുക്ക് നെക്സ്റ്റ് ഇറങ്ങാനുള്ള കേട്ടോ. വാഗനറും കളർ ചേഞ്ച് ഇല്ല, വൈറ്റ് തന്നെയാണ്, പക്ഷെ നമ്മൾ ഡിഫറൻറ്റുള്ള വൈറ്റാണ് നമ്മൾ ഇതിൽ ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇതും പെയിൻറ്റിങ് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ വണ്ടിയും. അപ്പോൾ നമ്മൾ ഇന്നോവയിൽ 360 ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അലൈൻമെൻറ്റിന് വേണ്ടി പോകാം കേട്ടോ. കണ്ടോ ഇതിൻ്റെ അലൈൻമെൻറ്റ് ഒന്നും റെഡി അല്ല, പ്രോപ്പറല്ല. കണ്ടോ ഒക്കെ ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്, ഒന്നും പ്രോപ്പറായിട്ടുള്ളതല്ല. അപ്പോൾ നല്ല ഒരു ഒഴിഞ്ഞ ഏരിയ ആണ്. കാരണം നമ്മൾ അലൈൻമെൻറ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടി നല്ല ഒഴിഞ്ഞ സ്ഥലത്ത് ഇപ്പോൾ ക്ലിയറാണ് കേട്ടോ. അപ്പോൾ നമ്മളത് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഫ്രണ്ട് വ്യൂ ഫ്രണ്ടാണ്, അതേപോലെ സൈഡ് ഇതൊന്നും പ്രോപ്പറായിട്ട് ഫിക്സ് ചെയ്തില്ല കേട്ടോ. അപ്പോൾ ഞാൻ റെഡി ഞാൻ കാണിച്ചു തരാം കേട്ടോ. അലൈൻമെൻറ്റ് മതിയാണോ? ഓക്കെ അല്ലേ? ആ വണ്ടി സ്റ്റാർട്ടിങ് കിട്ടൂട്ടല്ലേ? എന്താ വെച്ചാൽ കാട്ടിക്കോ, ഞങ്ങൾ പുറത്തുണ്ട് കേട്ടോ. ഈ ബിലാൽ ഈ ചെക്കന്മാരെ കളി പിത്തനാക്കിക്കൊണ്ടാണ് 360 റെഡിയാക്കണത്. ചെക്കന്മാർ ഫുള്ള് വെയിറ്റിംഗ് ഉണ്ടാവും. ചെക്കന്മാർ ഗ്രൗണ്ടും കാര്യങ്ങളും ഉണ്ടാവും. ചെക്കന്മാർ ഗ്രൗണ്ടും കാര്യങ്ങളും ബിലാൽ കയ്യേറി ഇല്ലേ റനീസ? ബിലാൽ ഓൾക്ക് കളിക്കാനുള്ള ഒരു സ്പേസിലാണിത്. കണ്ട നേരത്ര എന്താണ് ബിലാൽ. അപ്പോൾ ഇന്നത്തെ പരിപാടി ഏകദേശം കഴിയാനായിരുന്നില്ല, കഴിഞ്ഞു. ഈ വണ്ടി നമുക്ക് നാളെ കൊടുക്കും. അതേപോലെ ഈ വണ്ടി നമുക്ക് ഇന്ന് വൈകിട്ട് വന്നതാണ് കേട്ടോ. വെൻഡോ ഇത് പൊന്നാനി ഭാഗത്തുനിന്നൊരു വണ്ടിയാണ്. ഇതിൽ ഔട്ട് സൈഡിലുള്ള അടിപൊളി പെയിൻ്റ് ജോബൊക്കെ ചെയ്തൊരു വണ്ടിയാണ് കേട്ടോ. ഇത് നമുക്ക് ഔട്ട് സൈഡല്ല വർക്ക്, ഇൻസൈഡാണ്. അതേപോലെ ഫോർഷോർ ഏകദേശം പോളിഷും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നീട് നാഫി ബാഗൊക്കെ തൂക്കി ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മൾ സ്വിഫ്റ്റിൻ്റെ റൂഫ് കംപ്ലീറ്റ് ബ്ലാക്ക് സ്റ്റിക്കർ, ഇത് നമുക്ക് അതിൻ്റെ പുറത്തുള്ള കോട്ടിങ് കേട്ടോ. അപ്പോൾ കംപ്ലീറ്റ് ബ്ലാക്ക് സ്റ്റിക്കർ അടിച്ചിട്ടുണ്ട്. വണ്ടി ലുക്കൊന്ന് മാറി കണ്ടിട്ട് ഇപ്പോൾ ബ്ലാക്ക് കയറിപ്പോൾ രസമായില്ല വണ്ടി. ഓക്കെ, അപ്പോൾ ഏകദേശം നല്ല പുറത്തെല്ലാം മഴ കേട്ടോ. അത് കാരണം തന്നെ പ്രാണികളൊക്കെ നല്ല ഉള്ളിൽ കയറി കളിച്ചുണ്ട് കണ്ടോ. അപ്പോൾ ഏകദേശം നമ്മളെ പരിപാടി ഇന്നത്തെ പരിപാടി കഴിഞ്ഞു. അപ്പോൾ ഈ നാളെ മറ്റു വീഡിയോ കാണുന്നവരെ ബൈ.